നല്ല മഴയുള്ള സമയത്ത് ഒരു നൊസ്റ്റാൾജിക് പലഹാരമായാലോ. ഒരു ഗ്ലാസ് കട്ടൻ്റെ കൂടെ ഒരു അടിപൊളി കുഴക്കട്ട. അതിനായി 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കുക. ഇനി 2 ഗ്ലാസ് പത്തിരിപ്പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് കുഴച്ചെടുത്ത മാവ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആവി കയറ്റിയെടുക്കുമ്പോൾ നമുക്ക് നല്ല പോലെ സോഫ്റ്റായിട്ട് കുഴക്കട്ട കിട്ടും കേട്ടോ. അപ്പോൾ അതിനായി ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് വേണം. അതിനായി 4 അച്ച് ശർക്കര ഇതുപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം 1 മൂടി തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ആവി കയറ്റി വെച്ചിട്ടുള്ള മാവ് എടുത്ത് ഓരോ ഉരുളകളാക്കി അതിൻ്റെ നടുവിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഉരുട്ടി ഓരോ ബൗളുകളാക്കി എടുക്കാം. എല്ലാം ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു ഇഡ്ഡലി ചെമ്പിലേക്ക് ഒരല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോന്നും വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് 10 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി നൊസ്റ്റാൾജിക് പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കെങ്കിലും നമ്മൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ നൊസ്റ്റാൾജിക് ഓർമ്മകളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.